ഇത് കണ്ടോന്ന് ഈ ചക്കപ്പഴത്തിൻ്റെ വില കണ്ടോ? നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഞാൻ എന്നും ചക്കപ്പഴം കഴിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ചക്കപ്പഴം വണ്ടിക്കാർ എന്നും എന്നോട് ചോദിക്കും, മാഡം ചക്കപ്പഴം വേണമെന്ന്. പക്ഷേ എനിക്ക് തോന്നിയില്ല, ഇന്നൊന്ന് ചക്കപ്പഴം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവരോട് 20 രൂപ എടുത്തുകൊണ്ട് ചക്കപ്പഴം തരാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് എടുത്ത് തന്നതാണ് ഈ 4 ചോള. നമ്മുടെ വായിലിട്ട് തൊണ്ടേക്ക് ഇറങ്ങി പോകാൻ പോലും ഇല്ല ഈ 4 ചോള എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിമാൻഡ് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ വെളിനാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ചക്കയുടെ ഡിമാൻഡ് അറിയുന്നത്. നമ്മൾ ചവിട്ടിയും വണ്ടി കയറിയൊക്കെ എന്തോരം ചക്കയും ചക്കപ്പഴം ഒക്കെ കളയുമ്പോഴത്തേനും നമുക്ക് ഇത്ര വില കൊടുക്കണോ ഈ ചക്കയ്ക്ക് എന്നുള്ളത് നമുക്കൊരു അതിശയകരമായ കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുള്ളായ അനേക സാധനങ്ങൾ ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇവന് ഇത്ര ഡിമാൻഡ് കൂട്ടപ്പനായത്. ഇത് കണ്ടോന്ന് ഈ ചക്കപ്പഴത്തിൻ്റെ വില കണ്ടോ? നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഞാൻ എന്നും ചക്കപ്പഴം കഴിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ ചക്കപ്പഴം വണ്ടിക്കാർ എന്നും എന്നോട് ചോദിക്കും, മാഡം ചക്കപ്പഴം വേണമെന്ന്. പക്ഷേ എനിക്ക് തോന്നിയില്ല, ഇന്നൊന്ന് ചക്കപ്പഴം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവരോട് 20 രൂപ എടുത്തുകൊണ്ട് ചക്കപ്പഴം തരാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് എടുത്ത് തന്നതാണ് ഈ 4 ചോള. നമ്മുടെ വായിലിട്ട് തൊണ്ടേക്ക് ഇറങ്ങി പോകാൻ പോലും ഇല്ല ഈ 4 ചോള എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിമാൻഡ് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ വെളിനാട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ചക്കയുടെ ഡിമാൻഡ് അറിയുന്നത്. നമ്മൾ ചവിട്ടിയും വണ്ടി കയറിയൊക്കെ എന്തോരം ചക്കയും ചക്കപ്പഴം ഒക്കെ കളയുമ്പോഴത്തേനും നമുക്ക് ഇത്ര വില കൊടുക്കണോ ഈ ചക്കയ്ക്ക് എന്നുള്ളത് നമുക്കൊരു അതിശയകരമായ കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുള്ളായ അനേക സാധനങ്ങൾ ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ഇവന് ഇത്ര ഡിമാൻഡ് കൂട്ടപ്പനായത്.